ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ കറി ആയാലോ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഉപ്പ് ആവശ്യത്തിന് ഇട്ടതിന് ശേഷം നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഒരു ചെറുനാരങ്ങയുടെ നീര്, ഒരു ചെറുനാരങ്ങ മുഴുവൻ നമ്മൾ പിഴിഞ്ഞെടുത്ത നീരാണ്. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഇത്ര ഇട്ടതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യണമെങ്കിൽ സ്പൂൺ കൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യാം. ഇനി അരമണിക്കൂർ അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഒരു 10 ചുവന്നുള്ളി, ഒരു 2-3 വെളുത്തുള്ളി അല്ലി, 2 തക്കാളി, ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇത് പിരിയൻ മുളകും വറ്റൽമുളകും കൂടെ കൂടിയതാണ്. അത് ഞാനൊരു 10-11 പീസ് മുളക് എടുത്തിട്ടുണ്ട്. ഒരു 5-6 പിരിയൻ മുളകാണ് എടുത്തിരിക്കുന്നത്. പിരിയൻ മുളക് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. നല്ലതുപോലെ അരച്ചെടുക്കണം. നമ്മൾ വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് മുളക് അരച്ചെടുക്കേണ്ടത്. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചിക്കൻ ഇട്ട് വറുത്തെടുക്കാം. പിരിയൻ മുളക് അരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ വെറുതെ മുളകൊന്ന് കഴുകിയെടുത്തിട്ട് അങ്ങ് അരയ്ക്കരുത്. നല്ലതുപോലെ അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് നല്ല മയത്തിൽ അരഞ്ഞു കിട്ടില്ല. അപ്പം നമ്മളത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ വറുത്തെടുക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ വെച്ചാലും നന്നായിരിക്കും. ചിക്കൻ മുഴുവനും നമുക്ക് വറുത്തെടുക്കണം. ഒരുപാട് ഫ്രൈ ആയി പോകണ്ട, പതിയെ ഒന്ന് വറന്നു വന്നാൽ മതി. ഇനി ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ വറുത്ത എണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ വറുത്ത് വെച്ച എണ്ണ തന്നെ ആയതുകൊണ്ട് നല്ല പെട്ടെന്ന് തന്നെ നല്ലതുപോലെ നമുക്ക് ചൂടായിട്ട് കിട്ടും. ഈ ചൂടായതിലേക്ക് ഞാനൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. സവാള പതിയെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് തക്കോലം ഒരെണ്ണം ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. എല്ലാം അങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കറുവപ്പട്ട പൊടി ആയതുകൊണ്ട് ഞാൻ 2-3 കഷ്ണം ഇട്ടു. ഏലക്ക, ഗ്രാമ്പൂ, ഇത്രയും നിങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് നേരം ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് വീണ്ടും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. അത് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം.
ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നല്ല മയത്തിന് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടണം. നല്ല സോസ്, അത് സമ്പൽ ചിക്കൻ ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. സമ്പൽ ചിക്കൻ്റെ സോസാണിത്. ഇപ്പം സമ്പൽ സോസാണ്. അപ്പോൾ അത് നല്ല മയത്തിൽ അരഞ്ഞെടുക്കണം. നല്ല സോസ് പോലെ തന്നെ മയത്തിൽ ഇരിക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ഈ സോസ് ചെറു തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ചെറിയ ഫ്ലെയിമിലിടണം. ഒത്തിരി ഫ്ലെയിം കൂട്ടിയിടുക, വെള്ളം വേഗം വറ്റിപ്പോവും. ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. പത്ത് മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക, ചെറു തീയിൽ വെച്ചിട്ട്. ഇത് കണ്ടപ്പോൾ വെള്ളമൊക്കെ വറ്റി പതിയെ നിറമൊക്കെ ഒന്ന് മാറി വന്നാണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതും പതിയെ ഒന്ന് വേകുന്നവരെ ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ വറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങ് ഡീപ് ഫ്രൈ ആയി പോകരുത്. അല്പം ജ്യൂസി ആയിട്ടിരിക്കത്തക്ക രീതിയിൽ വേണം ചിക്കൻ വറുക്കാനായിട്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ഗ്രേവി പാകത്തിനാവുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പവും ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ സമ്പൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.